ചോക്ലേറ്റ് എന്ന പൃഥ്വിരാജ് സിനിമയിൽ 3000 പെൺകുട്ടികൾക്ക് നടുവിൽ ഒരു വിദ്യാർത്ഥി എന്ന ഡയലോഗ് വളരെ ഹിറ്റാണ്. എന്നാൽ 1000 പെൺകുട്ടികൾക്ക് നടുവിൽ ഒരു അധ്യാപകനുണ്ട്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റമീസ് റഹ്മാൻ കോളേജിലെ ഒരേ ഒരു പുരുഷ അധ്യാപകൻ. 1000 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമിടയിലാണ് റമീസ് മാഷ് കോളേജിലെ താരമാകുന്നത്. വുമൻസ് കോളേജുകളിൽ പുരുഷ അധ്യാപകന്മാർ ഉണ്ടാകുന്നത് സാധാരണമാണ്. എങ്കിലും റമീസ് സാർ കോളേജിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് വേറിട്ടതാക്കുന്നത്. ഞാൻ ഡോക്ടർ റമീസ് റഹ്മാൻ. ഞാനിപ്പോൾ അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ ഫാക്കൽറ്റിയായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ബേസിക്കലി ഒരു കോഴിക്കോട്ടുകാരനാണ്. പക്ഷേ കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ഞാൻ എറണാകുളത്ത് സെറ്റിൽഡാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫാക്കൽറ്റീസിനിടയ്ക്കും ആണുങ്ങളാരും ഇല്ല, മൊത്തത്തിൽ ഒരു സ്ത്രീകളുടെ പൊന്നാപുരം കോട്ടയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൻ വാഷ്റൂം വരെ ഞാൻ ആദ്യം നോക്കിയത് ടോയ്ലറ്റ് വരെ എവിടെയാണ് എന്നാണ് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും. അവരുടെ കൂടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും മിക്സഡ് ആണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. വിമൻസ് കോളേജ് ആണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പുറത്തുനിന്ന് കാണുന്നവരിങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഒറ്റയ്ക്കായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ. എനിക്കിവിടെ വന്നിട്ട് ബുദ്ധിമുട്ടും അതുകൊണ്ടുള്ളൊരു നല്ല കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വശമാണ് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി എവിടെയും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല. 4 മാസം മുമ്പാണ് റമീസ് കോളേജിൽ പഠിപ്പിക്കാനെത്തുന്നത്. പിന്നീട് കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും റമീസ് സാർ നിറസാന്നിധ്യമാണ്. കേരളത്തിലെ ആദ്യ ഹോം സയൻസ് കോളേജാണ് മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് വിമൻസ് കോളേജ്. പിന്നീടാണ് ആർട്സ് പ്രോഗ്രാമുകൾ ആരംഭിച്ചത്. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അവർക്കായി മാത്രം നടത്തിയിരുന്ന ഇ വേസ്റ്റ് ശേഖരണം വിപുലപ്പെടുത്തിയതടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് റമീസ് സാർ കോളേജിലെ താരമാകാൻ കാരണം. ഇ വേസ്റ്റ് ശേഖരണം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും അവരുടെ ഇ വേസ്റ്റ് ശേഖരിച്ച് ക്ലീൻ കേരളയ്ക്ക് നൽകുന്ന പ്രവർത്തനം റമീസ് സാർ ആരംഭിച്ചു. കോളേജിലെ എല്ലാവരുടെയും ഇഷ്ട അധ്യാപകനായി മാറാൻ റമീസ് സാറിന് അധിക സമയം വേണ്ടിവന്നില്ല. കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസുകൾ, കരിയർ ഓറിയന്റേഷൻ ക്ലാസുകൾ എന്നിവയെല്ലാം എടുക്കുന്നതും സാറാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മോർണിംഗ് സ്റ്റാറിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഫാമിലി. ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ HOD ഇന്ന് ലീവാണ്. ഇപ്പോൾ ഞങ്ങളുടെ റീനു മിസ് ഉണ്ട്, ഫസീന മിസ്, തസ്ലീമ മിസ്, ഫാത്തിമ മിസ്, അയന മിസ്, പ്രിയങ്ക മിസ്. മിസ്സുമാരുടെ അഭിപ്രായം എങ്ങനെയാ ഭാഷയെ കുറിച്ചിട്ട്? സാർ വന്നതിന് ശേഷമാണ് സിലബസിന് അപ്പുറത്തേക്ക് പിള്ളേര് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങളെ കാണാനും. ഇത് എൻ്റെ മക്കളാണ്, എൻ്റെ സ്റ്റുഡൻസ് ആണ്. UG ഡിഗ്രി PG ചെയ്യുന്ന കുട്ടികളാണ്. പേര് പറയാമല്ലോ. എങ്ങനെയാ ഭാഷയെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നന്നായിട്ട് തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ സാധാരണ പഠിപ്പിക്കണത് കൂടാതെ തന്നെ ജീവിതത്തിൽ വേണ്ട മൂല്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു നന്നായിട്ട് ക്ലാസ് എടുക്കുക. സാറിന് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ് കോളേജിൽ സ്റ്റാഫായിട്ട് എടുത്തത്. നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു ഇൻ്റർവ്യൂവിൽ. പിന്നെ ക്വാളിഫിക്കേഷൻ PhD ഉണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ എടുത്തത്. നമ്മൾ എടുത്തു കഴിഞ്ഞ് നമുക്കൊരു സന്തോഷമാണ്. കാരണം എല്ലാ ആക്ടിവിറ്റീസും വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഏരിയയിൽ പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജൻസ് ചെയ്ത കുറച്ചുകൂടി പുറത്തുള്ള ആളുകളായിട്ടുള്ള കോണ്ടാക്റ്റ് കൂടുതലുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പിന്നീട് ഗേൾസ് കോളേജിലായതുകൊണ്ട് പെൺകുട്ടികൾക്കും വളരെ സന്തോഷമാണ്. കോളേജിൽ ജോയിൻ ചെയ്യാനെത്തിയപ്പോഴാണ് താൻ മാത്രമേ ഇവിടെ പുരുഷ അധ്യാപകനായി ഉള്ളൂ എന്ന് റമീസ് സാർ അറിഞ്ഞത്. എന്നാൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതോടെ ആശങ്ക മാറി. ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ കോളേജ് എന്റെ കുടുംബമാണെന്ന് റമീസ് പറയുന്നു. കോഴിക്കോട് സ്വദേശിയായ റമീസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എറണാകുളം ഇടപ്പള്ളിയിലാണ് താമസം. പല കോളേജുകളിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിമൻസ് കോളേജിലെ അധ്യാപനം മറ്റൊരു അന്തരീക്ഷമാണ് നൽകുന്നത്. ഇപ്പോൾ ഒരു കുടുംബമായി വിവിധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്, റമീസ് പറയും.